+2 കഴിഞ്ഞു, സയൻസ് ആയിരുന്നു നിങ്ങൾ കഴിഞ്ഞത്, നിങ്ങൾക്കാണെങ്കിൽ ബിടെക്കിന് പോകാനാണ് താല്പര്യം. ഇനി ബിടെക്കിൽ നമുക്കറിയാം ക്ലാസിക്കൽ സബ്ജക്ട്സ് ആണ് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിലൊക്കെ. അതിന്റെ ഒക്കെ കാലം മാറി. ഇന്ന് എല്ലാവരും AI ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അല്ലേ, നമുക്കറിയാം. അപ്പം നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. ബിടെക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് AI, ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ML എന്ന് പറഞ്ഞാൽ മെഷീൻ ലേണിംഗ് ആണ്. ഇതൊരു പുതിയൊരു കോഴ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചെയ്യാം. കാരണം ഇന്നത്തെ ഒരു ജനറേഷനിൽ, ഇന്നത്തെ ഒരു സൊസൈറ്റിക്ക് വേണ്ടത് AI ആണ് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അല്ലെങ്കിൽ ML മെഷീൻ ലേണിംഗിൽ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്ട്സ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അൽഗോരിതംസ് പഠിക്കുന്നുണ്ട്, നിങ്ങൾ സിഗ്നൽ പ്രോസസ്സിംഗ് പഠിക്കുന്നുണ്ട്, റോബോട്ടിക്സ് പഠിക്കുന്നുണ്ട്, നിങ്ങൾ അതുപോലെ മാത്തമാറ്റിക്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഒരു 4 years കോഴ്സാണ്. എല്ലാ എഞ്ചിനീയറിംഗ് പോലെ തന്നെ 4 years കോഴ്സാണ്. നല്ലൊരു കോഴ്സാണ്. നിങ്ങൾക്ക് അബ്രോഡൊക്കെ പോയി വർക്ക് ചെയ്യാനും ഇന്ന് ഇഷ്ടംപോലെ ജോലി സാധ്യതകളുള്ള ഒരു മേഖലയാണ് ബിടെക് AI ആൻഡ് ML. അപ്പം ഇനി ഇത് കോഴ്സിന്റെ അല്ലെങ്കിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു ML എഞ്ചിനീയർ ആവാം, AI എഞ്ചിനീയർ ആവാം, ഡാറ്റ സയന്റിസ്റ്റ് ആകാം, ഡാറ്റ അനലിസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ആവാം. അപ്പം വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് കരുതുന്നു. കൂടുതൽ വിവരങ്ങൾക്കും കോളേജ് അഡ്മിഷനുമായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം. നിങ്ങളെ നല്ല കോളേജസ് ഒക്കെ ചൂസ് ചെയ്യാൻ അവർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.